അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അന്ന് നമ്മുടെ ബുഷിയുടെ ഫോണിലേക്ക് അതാ ഒരു കോള് വരുന്നു. അറിയാത്ത നമ്പർ. അതെ, അതും ഇന്റർനാഷണൽ നമ്പറാണെന്ന് തോന്നുന്നു. അവൾ ഫോൺ എടുത്തു. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. അതെ, ആ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ തോന്നി. ശരിക്കും പരിചയമുള്ളൊരു ശബ്ദം. കൈഫ ഹാലക്? അൽഹംദുലില്ലാ. ഏറെക്കുറെ കാര്യം ഇപ്പോൾ പിടികിട്ടി. അത് മറ്റാരുമായിരുന്നില്ല, അത് അറബി ഉമ്മ. എന്നാൽ അറബി ഉമ്മ അവളോട് ചോദിക്കുവാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ. മോളെ, വിവാഹം കഴിഞ്ഞു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല മോൾക്ക് നല്ല ജീവിതം നൽകട്ടെ. അല്ല മോളെ, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്തൊക്കെയാണ്? ഭർത്താവ് അവിടെ ഉണ്ടോ? ഡോക്ടറാണെന്നൊക്കെ അറിഞ്ഞോ? എന്താണ് സ്പെഷ്യൽ സർജൻ? ഏത് ഫീൽഡിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്? അങ്ങനെയൊക്കെ മോളോട് ചോദിക്കാൻ എനിക്ക് സിറ്റുവേഷൻ എങ്ങനെയാണ് മോളെ? അവിടുത്തെ സംസാരിക്കാനും ഫോൺ എടുക്കാനൊക്കെ പറ്റുമോ? കാരണം ചില വീടുകളിൽ ഫോൺ പോലും എടുക്കാനും സംസാരിക്കാനും പറ്റാത്ത സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. മോൾക്ക് ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം വിദ്യാഭ്യാസവും വിവരമുള്ളവരൊന്നും അത്രയൊന്നും കഷ്ടപ്പെടുത്തൂരല്ലോ ആരെയും. എന്തായാലും മോൾക്ക് നല്ല ജീവിതം കിട്ടട്ടെ എന്നാണ് അറബിയുമ്മ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. മോളുടെ വിവാഹത്തിന് ക്ഷണിക്കാനിട്ടല്ല മോൾ, പെട്ടെന്ന് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. പിന്നെയെന്ന് വെച്ചാൽ അറബിയുമ്മ മനസ്സിൽ ചിലതൊക്കെ ആഗ്രഹിച്ചിരുന്നു മോളെ. അതൊന്നും സാരല്ല, അതിനെക്കുറിച്ചൊന്നും പറയണ്ട മോളെ. എന്തൊക്കെയുണ്ട് ഡോക്ടറുടെ വിശേഷങ്ങൾ? ഡോക്ടർ റാഹത്തല്ലേ അദ്ദേഹത്തിന്? എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരിട്ടോ. അറബിയുമ്മ അതേ റാഹത്താണ്. എന്നാൽ അറബിയുമ്മയോട് അവളൊന്നും മോശമായി തുറന്നു പറഞ്ഞില്ല. കാരണം തൻ്റെ ഭർത്താവിനെ കുറിച്ച് മോശമായി പറയുന്നവള് അത്ര നല്ലതല്ലല്ലോ എന്ന് ഉള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ തന്നെ ചെയ്താലും പറഞ്ഞാലും ഭർത്താവല്ലേ. അതെ, അദ്ദേഹത്തിൻ്റെ കൂടെ നല്ല രീതിയിൽ നിൽക്കുക എന്നല്ലാതെ അതിനപ്പുറം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നവൾക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അറബിയുമ്മയോട് അവൾ പറയുന്നു. അറബിയുമ്മ അൽഹംദുലില്ലാ റാഹത്താണ് മോളെ, എല്ലാം കൊണ്ട് റാഹത്തല്ലേ. ഒരു നിമിഷം അവൾ മൗനം പാലിച്ചു. എന്താ മോളെന്ന് പറയാത്തത്? എല്ലാം റാഹത്തല്ലേന്ന്? അതെ. മോളെ, ഒക്കെ ശരിയാകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവും, അതുപോലെയൊക്കെ ലഭിക്കും. മാക്സിമം നമ്മൾ ക്ഷമ പാലിക്കുക. പിന്നെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ജീവിതം ഒന്നേ ഉള്ളൂ, അത് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ജീവിക്കണം. അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തുറന്ന് പറയണം. കാരണം നമ്മൾ ഒരിക്കലും ഒന്നും മനസ്സിൽ അടക്കി പിടിച്ച് ജീവിക്കരുത്, എല്ലാം തുറന്ന് പറയണം കേട്ടോ. എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിലൊക്കെ പറയണം. പിന്നെ ഇതൊക്കെ ക്ഷമിക്കുക, നീയും ഭർത്താവും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ഇതൊക്കെ മോളെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്തായാലും അറബിയുമ്മക്ക് ഇതിനേക്കാൾ മറ്റു പലതും അറബിയുമ്മ ചിന്തിച്ചിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഇങ്ങനെ ആയിപ്പോയി. സാരല്ല, കുഴപ്പമില്ല. നല്ല റാഹത്തോടു കൂടിയുള്ള ജീവിതം മോൾക്ക് ലഭിക്കട്ടെ മോളെ. പിന്നെ അറബിയുമ്മ മോളോട് വിളിക്കാൻ കാരണം മറ്റൊന്ന്, അജ്മലിനെ വിളിച്ചിരുന്നു. അജ്മൽ എന്നോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ. അപ്പോൾ സൽക്കാരം കഴിഞ്ഞ് പോയെന്ന് പറഞ്ഞു. ബുഷിയുടെ നമ്പറിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, അത് ഞാൻ ചോദിച്ച് വാങ്ങി വിളിച്ചതാണ്. മോളെ, ഒന്നുമില്ലല്ലോ? എൻ്റെ മോൾക്ക് സുഖല്ലേ? ശരിക്കും അറബിയമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം ബുഷിക്ക് എന്ത് പറയണമെന്നായിപ്പോയി. എങ്കിലും അവൾ ഒരിക്കലും മോശമാക്കി പറഞ്ഞില്ല. ഉമ്മ റാഹത്ത് തന്നെയാണ്. അല്ല മോളെ, അവിടുത്തെ ഉമ്മയൊക്കെ? ഉമ്മ അൽഹംദുലില്ലാ അതൊക്കെ റാഹത്ത് തന്നെയാണ്. എന്നാൽ ഈ സമയം അതാ അവൾക്ക് മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിഷമം അറിയാതെ കണ്ണുനീരിലൂടെ പുറത്തേക്ക് ഇറങ്ങി. അതെ, കണ്ണുകൾ നിറഞ്ഞൊഴുകി. അറബിയമ്മ വീണ്ടും ഓരോന്ന് ചോദിച്ചപ്പോൾ അവൾക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ലായിരുന്നു. അവൾ വിതുമ്പുന്ന പോലെ അറബിയമ്മക്ക് തോന്നി. മോളെ, എന്തു പറ്റി മോളെ? എൻ്റെ ബുഷി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. നല്ലൊരു കിളിക്കൊഞ്ചലും സംസാരവും എല്ലാം കൂടി ആയിട്ടായിരുന്നല്ലോ. എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? എന്തു പറ്റി മോളെ? അറബിയമ്മ ഒന്നുമില്ല. മോളെ, എന്താ മോളെ? എനിക്ക് ആകെ വിഷമം വന്നത് കേട്ടിട്ട്. മോളുടെ ഭർത്താവിടെ അടുത്തുണ്ടോ? ഒന്ന് കൊടുക്കാവോ? അദ്ദേഹം ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതെന്താ മോളെ ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്, ഈ രാത്രി? അല്ല, ഒരു ഡ്യൂട്ടി അർജൻറ്റ് കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോള് വന്നിരുന്നു, അപ്പോൾ പോയതാണ്.
പൊന്നു മോളെ, വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലോ ഇത്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയെങ്കിലും ആ മധുവിധം ഒന്ന് തീരണേ വരെയെങ്കിലും ഒന്ന് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ജീവിക്കണ്ടേ? ഇതിപ്പോ എന്താ മോളെ ഇങ്ങനെ? എന്നും നൈറ്റ് ഡ്യൂട്ടി ആണോ? ഇല്ല, എപ്പോഴെങ്കിലൊക്കെ. ആ, ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മോള് ജീവിതം ഒന്നേ ഉള്ളൂ, അത് മാക്സിമം നമ്മൾ നല്ല രീതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും അപാകതകളൊക്കെ കാണുകയാണെങ്കിൽ തുറന്ന് പറയാം. നിന്റെ ഭർത്താവിനോട് നിനക്ക് പറയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോൾക്ക്? എൻ്റെ മോളുടെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് അത്രയൊരു സുഖം പോരാ, അതാ ഞാൻ ചോദിക്കുന്നത്. ഉമ്മ, ഇല്ല, അതൊന്നുമില്ല മോളെ. എന്തുണ്ടെങ്കിലും പറയണം കേട്ടോ. നിന്റെ ഉമ്മയോട് പറയാൻ മടിയുള്ളതൊക്കെ എന്നോട് പറയാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മോൾക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അല്ല മോളെ, എപ്പോഴാ ഇനി എത്തുക ആള്? അത് ഇനി കുറച്ച് രാവിലെ ആയിരിക്കും. അപ്പൊ രാത്രി ഇനി വരില്ലേ? ഇല്ല. ആ മോളെ, അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആണല്ലേ? അതെ, അവന്റെ നമ്പറൊന്ന് തന്നേക്കിട്ടോ, എനിക്കൊന്ന് സംസാരിക്കണം. അതായത്, അല്ലെങ്കിൽ മോള് തന്നെ പറഞ്ഞേക്ക്, നൈറ്റ് ഡ്യൂട്ടി എന്നും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഈ ഒരു വിവാഹത്തിന് ഒരു ആദ്യത്തെ ഒരു 1-2 ആഴ്ചയെങ്കിലും ഭാര്യയെ കുറിച്ചൊന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടെങ്കിലും നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ട് തൽക്കാലം ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് അങ്ങനെ ജീവിതം ഉണ്ടാവോ മോളെ? നിങ്ങൾക്ക് ജീവിതം ഉണ്ടാവോ? പകൽ എന്തൊക്കെ തന്നെ ആയാലും ആ രാത്രി അത് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് കിടക്കുന്നത് തന്നെയാണ് ഏറ്റവും ഹയർ എൻ്റെ അഭിപ്രായത്തിൽ. അതാണ് മോളെ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും കുറച്ച് ലീവ് എടുക്കാൻ പറയണം കേട്ടോ. അല്ലാതെ ഇപ്പം എന്താ മോളെ ജീവിതം? വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആണിനും പെണ്ണിനും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല മോളെ, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അറബിയമ്മ വീണ്ടും ഓരോന്ന് ചോദിക്കുന്നു. അല്ല മോളെ, നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് സന്തോഷകരമായി പ്രവേശിച്ചോ? എല്ലാം ഓക്കെ ആണോ മോളെ? മോൾ ഒന്നും വിചാരിക്കണ്ട, മോളുടെ ഉമ്മ തന്നെയാണ് ഞാനും, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അറബിയമ്മയുടെ വാക്കുകൾക്ക് അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. എന്താ മോളെ മിണ്ടാത്തത്? ആ, ഇനിയും വൈകിക്കല്ലേ. ആദ്യത്തെ സൽക്കാരൊക്കെ എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നടക്കാറുള്ളത് എല്ലായിടത്തും. പക്ഷെ ഇതിപ്പോൾ എന്താ ഇങ്ങനെ നടന്നത്? അല്ല മോളെ, പറയൂ എന്തുണ്ടെങ്കിലും. എന്നാൽ ബുഷി എല്ലാം മടിച്ചു. അവൾ, അറബിയമ്മ, ഞാനെല്ലാം പറയാം പിന്നെ, ഇൻഷാ അല്ലാ. എന്നാൽ ഈ സമയം അതാ താഴെ നിന്ന് ഉമ്മ വിളിച്ച് ചോദിക്കുന്നു. അല്ല, എത്ര സമയമായി ഫോൺ വിളി തുടങ്ങിയിട്ട്? ആരോടൊപ്പം ഈ രാത്രി ഇങ്ങനെ കിന്നരിക്കണ്? ഓനാണെങ്കിൽ ഇവിടെ അല്ല താനും. അതെ, രാത്രി അങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കൊന്നും ഇവിടെ പറ്റൂല കേട്ടോ. അതൊക്കെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല. അതൊന്നും ഓനക്ക് പറ്റൂല. ഓനക്കതൊക്കെ കാണുമ്പോഴും കഴിക്കുമ്പോഴും ഇടങ്ങാറായിരിക്കും. അന്നെപ്പോൾ വിളിച്ച ഈ സമയത്ത് ബിസിയായി കാണുമ്പോൾ നീ എന്തെങ്കിലും തെറ്റിദ്ധരിക്കൂലേ? എന്താ മോളെ ഇങ്ങനെ? രാത്രി ഫോൺ വിളിയും കാര്യങ്ങളൊന്നും വേണ്ട. അനക്ക് അവിടെ കിടക്കാൻ കഴിവില്ല, ഇങ്ങോട്ട് പോര്. ശരിക്കും ഉമ്മയുടെ ആ ഒരു ശബ്ദം മുകളിലേക്ക് കേട്ടപ്പോൾ അവളുടെ കൈകാലുകൾ വിറച്ചു. അറബിയമ്മ, ഞാൻ പിന്നെ വിളിക്കാം. ഉമ്മ എന്തോ വിളിക്കുന്നുണ്ട്. ആ, ആയിക്കോട്ടെ മോളെ, പ്രാർത്ഥിക്കാട്ടോ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്നാൽ ഫോൺ കട്ട് ചെയ്ത അവൾ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. അറബിയമ്മയോട് ഞാൻ നൈസായിട്ട് അങ്ങ് രക്ഷപ്പെടുകയാണ് അത് പറഞ്ഞിട്ട്. കാരണം അറബിയമ്മ എല്ലാം ചോദിക്കും. അതെ, അവർ സാധാരണ ഒരു സ്ത്രീയെ പോലെയല്ല. എല്ലാം ചോദിച്ചറിഞ്ഞ് വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം അതിനുള്ള പരിഹാരം കണ്ടെത്തും. അങ്ങനെയുള്ള സ്ത്രീയാണ്. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്, അത് ആരൊക്കെ തന്നെയാണെങ്കിലും. പക്ഷേ ഡോക്ടറുടെ ഈ വിവരങ്ങളൊക്കെ അറിയുമ്പോൾ എന്തായിരിക്കും അറബിയമ്മയുടെ സംസാരം? എനിക്കറിയില്ല. എന്തായാലും അജ്മലിനെ പറഞ്ഞയച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഡോക്ടറുടെ കാര്യം ആലോചിക്കുമ്പോൾ പാവം തോന്നുവാണ്. കാരണം അദ്ദേഹത്തിന് എന്നോട് നല്ല സ്നേഹമുണ്ട് റബ്ബേ. സ്നേഹത്തിനൊരു കുറവുമില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കുള്ളതെല്ലാം നിനക്ക് തരാം, നീ എന്നെ ഒരു ബ്രദറിൻ്റെ രൂപത്തിലെങ്കിലും കാണണം മോളെ, എങ്കിലും നീ എന്നെ വിട്ടു പോവരുതെന്നാണ് പറഞ്ഞത്. എന്താ റബ്ബേ ചെയ്യാം, എനിക്കറിയുന്നില്ല. ഏതായാലും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. അവൾ ഓരോന്ന് ആലോചിച്ചു ആ രാത്രി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. ബുഷി, ഇത്ര പെട്ടെന്ന് വന്നോ? ആ, അവൾ വാതിൽ തുറന്നു. ഡോക്ടറായിരുന്നു. അല്ല, ഇന്നെന്തേ? ഇന്ന് 2 കേസസ് ഉണ്ടായിരുന്നുള്ളൂ. അത് പെട്ടെന്ന് തീർത്തു പോന്നു. പിന്നെ ഇപ്പോൾ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ, മറ്റേത് ക്യൂ നിൽക്കുകയായിരിക്കും ഓരോരുത്തരും ഭയങ്കര ബിസി ആയിട്ട്. അയാൾ ഫ്രഷായി റൂമിലേക്ക് വന്നു.
പതിവ് പോലെ അയാളുടെ കാര്യങ്ങളെല്ലാം കഴിച്ചു. ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ വല്ലതും ഉണ്ടോ? ചപ്പാത്തി ഉണ്ടായിരുന്നു. എന്ന് വരി. അങ്ങനെയതാ ആ പാതിരാത്രിയിൽ കോണിപ്പടികൾ ഇറങ്ങിക്കൊണ്ട് അവർ രണ്ടുപേരും അടുക്കളയിലേക്ക് എത്തി. അവൾ ചപ്പാത്തി ഒന്ന് ചൂടാക്കി കൊടുത്തു. പിന്നെ നല്ല ചിക്കൻ ഗ്രേവിയും ഉണ്ടായിരുന്നു, അതും കൊടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് സാലഡും കാര്യങ്ങളും. പിന്നെ ഈ സമയത്തൊന്നും ഈ ഫുഡ് കഴിക്കുന്നൊന്നും അത്ര നല്ലതല്ല. പക്ഷേ എനിക്ക് നന്നായിട്ട് വിശന്നു, അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. ഇത് കഴിച്ചോളൂ. ചുടുവെള്ളം വേണോ? വേണ്ട, സാധാ നോർമൽ വെള്ളം മതി. അതാണ് എനിക്കിഷ്ടം. എനിക്ക് ചുടുവെള്ളത്തിനോട് വലിയ താല്പര്യമില്ല, തണുത്തതിനോട് എനിക്കിഷ്ടമല്ല. കഴിച്ചോളി. അത് സ്നേഹത്തോടെ അദ്ദേഹത്തിന് അവൾ വിളമ്പി കൊടുത്തു. ബുഷി കഴിച്ചോ? നീ കഴിക്കുന്നില്ലേ? ഞാൻ ഇല്ല, എനിക്കിപ്പോൾ. ബുഷി ഇരിക്കും മോളെ, വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പിന്നെ ബുഷി, നിനക്ക് വാരി തരട്ടെ കുറച്ച് ഫുഡ്. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, ഇദ്ദേഹം എന്തൊക്കെയാണ് ഈ പറയുന്നത്? സാധാരണ ഒരു ഭർത്താവിനുള്ളതൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം എന്നെ ചേർത്തൊന്ന് പിടിച്ചിട്ട് പോലുമില്ല ഇപ്പോഴും ശരിക്കൊന്ന്. കാരണം ഇപ്പോൾ ചോദിക്കുന്നേ കേട്ടില്ലേ? അവൾക്കത് കേട്ടപ്പോൾ എന്തിന്? ഞാൻ ഫുഡ് കഴിച്ചു, എനിക്ക് വേണ്ട. അല്ല മോളെ, എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. എന്താ? എനിക്ക് അത്രക്കും നിന്നോട് ഇഷ്ടമുണ്ട് പെണ്ണെ. പക്ഷേ എന്നാൽ ഒരു നിമിഷം അവൾ വിചാരിച്ചു, പാവം മനുഷ്യൻ, അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നേ കേട്ടില്ലേ? ഫുഡ് ഞാൻ വാരി തരട്ടെ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അവൾ പറഞ്ഞു, ഇപ്പോൾ വേണ്ട. അങ്ങനെയാണ് അവൾ പറഞ്ഞത്. ബുഷി, എന്നാൽ എൻ്റെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നീ. എന്നാൽ അതുകൂടെ കേട്ടപ്പോൾ അവൾക്ക് തോന്നി, റബ്ബേ, എൻ്റെ ഭർത്താവാണ് ഈ മനുഷ്യൻ. അദ്ദേഹം എനിക്ക് ഹലാലാണ്, ഒന്നും കൊണ്ട് ഹറാമല്ല. പക്ഷെ അദ്ദേഹത്തിന് ദാമ്പത്യ ജീവിതം ഉഷാറാക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ച് ഭർത്താവ് അല്ലാതിരിക്കില്ലല്ലോ. എന്നാൽ അയാൾ നീട്ടിയ ആ വെള്ളം അതാ അവൾ കുടിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു വെളിച്ചം, സന്തോഷം. ബുഷി, സന്തോഷമായി പെണ്ണേ, എനിക്ക് ഏതായാലും ഒന്നും നിനക്ക് തരാൻ കഴിയണില്ല. അപ്പോൾ ഈ രീതിയിലുള്ള സന്തോഷങ്ങളെങ്കിലും. ബുഷി, വീണ്ടും ഞാൻ നിന്നോട് സോറി പറയണം കേട്ടോ. ഒരിക്കൽ പോലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇതിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാം, ഉമ്മാൻ്റെ നിർബന്ധമായിരുന്നു. പക്ഷേ ബുഷി, ഇപ്പം എനിക്ക് നല്ല സന്തോഷമുണ്ട് ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ. മറ്റത് ഒറ്റപ്പെടലായിരുന്നു. ശരിയാണ്, ഉമ്മ ഉണ്ടാകും, എങ്കിലും ഉമ്മ താഴെയായിരിക്കും, ഞാൻ മുകളിലല്ലായിരുന്നു, താഴെ തന്നെ റൂം. ഇപ്പോഴാണ് മുകളിലേക്ക് ആക്കിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആകെപ്പാടൊരു ഫീലിംഗ് ആയിടാ. എനിക്കൊരു എന്തോ ഒരു ടെൻഷനായിരുന്നു. എനിക്കിപ്പോൾ നീ വന്നതിന് ശേഷം പെട്ടെന്ന് ജോലി കഴിച്ച് വീട്ടിലേക്ക് എത്തണം എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ മനസ്സ് വരുന്നത്. എന്നോട് സിസ്റ്റേഴ്സ് ചോദിച്ചു, എന്താ ഡോക്ടറിന് ഇത്ര ധൃതി പിടിച്ച് പോകുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ പെണ്ണിനെ കാത്തിരിക്കുന്നുണ്ടാവുന്നു. ശരിക്കും ബുഷിക്ക് അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, ഞാൻ എന്താ റബ്ബേ ഇദ്ദേഹത്തെക്കുറിച്ച് ആരോടെങ്കിലും കുറ്റം പറയാം? എന്നെക്കൊണ്ടാവില്ല റബ്ബേ. ബുഷി, എന്നെ ഇഷ്ടമല്ലടി നിനക്ക്? അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. അത് പിന്നെ അതെ, മതിയടി, ആ ഒരു വാക്ക് കേട്ടാൽ മതി. എൻ്റെ പ്രാർത്ഥന നിനക്ക് ഉണ്ടാവും കേട്ടോ ബുഷി. എൻ്റെ കുട്ടിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സത്യമായിട്ടും ഡ്യൂട്ടി കഴിഞ്ഞ് ഓടിയതാണ് ഞാൻ. നിൻ്റെ മുഖം ഒന്ന് കണ്ടുകൊണ്ടിരിക്കാനാണ് എനിക്കിഷ്ടം. ശരിക്കും ബുഷി അദ്ദേഹത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു. ബുഷി, പിന്നെ ഉണ്ടല്ലോ, നാളെ നമുക്കൊരു സൽക്കാരമുണ്ട്. സൽക്കാരം? അതെ, എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ഫിറോസ് ഡോക്ടറെ വീട്ടിൽ. നമ്മൾ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് സൽക്കാരത്തിന് വിളിച്ചതാണ്. ഇൻഷാ അല്ലാ നമുക്ക് നാളെ പോകാൻ കേട്ടോ. എന്നാൽ അത് കേട്ട് അവൾ വിചാരിച്ചു, റബ്ബേ, സൽക്കാരത്തിനും പരിപാടിക്കൊക്കെ പോകുന്നു. പക്ഷെ എന്താണ് മനസ്സിൻ്റെ ഉള്ളിൽ? എന്തൊക്കെയാണ് ഇവർ തമ്മിൽ? നല്ല ഭാര്യ ഭർത്താവാണോ? നല്ല സുഖം സന്തോഷം അറിഞ്ഞവരാണോ എന്ന് പോലും അറിയുന്നില്ലല്ലോ റബ്ബേ. ആരും എങ്കിലും ക്ഷമിക്കാം, പഠിച്ചവനെല്ലാം അറിയുന്നുണ്ടല്ലോ റബ്ബേ. ഞാൻ ആരോടും ഇദ്ദേഹത്തിൻ്റെ പോരായ്മകൾ പറഞ്ഞിട്ടില്ല റബ്ബേ, എനിക്കതിന് കഴിയില്ല. പക്ഷെ അല്ലാ, നീ കാണുന്നുണ്ട് എല്ലാം. എങ്കിലും അവൾ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് നിന്നു. ഭർത്താവിൻ്റെ കൂടെ അന്നും രാത്രി അവൾ ഉറങ്ങാൻ കിടന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു കൈകൾ പതുക്കെ അവളുടെ ശരീരത്തിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അവൾ ഒന്ന് ഞെട്ടി. റബ്ബേ, ഇല്ല, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല.
പക്ഷേ അറിയാതെ അവളെ അങ്ങ് അദ്ദേഹം മുറുക്കി പിടിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും അവൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ശരിയാണ്, ആണാണ്, പക്ഷേ ആണിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലത്രേ. സാരല്ല, എന്ത് ചെയ്യാൻ? അവൾ വിതുമ്പിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുനീർ അദ്ദേഹത്തിൻ്റെ കൈകളിൽ പറ്റി. ബുഷി, പെട്ടെന്ന് അയാൾ ഞെട്ടി എണീറ്റു. എന്താ ബുഷി, നിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടോ? എന്തു പറ്റി ബുഷി? ഒന്നുമില്ല, എനിക്കറിയാം എന്നെ ഇഷ്ടമല്ലല്ലേ ബുഷി. ഞാൻ നിന്നെ ഒരിക്കലും പിടിച്ചു വെക്കുന്നില്ല, അതിനെനിക്ക് അർഹതയില്ല. ഉമ്മയുടെ കണ്ണു തെറ്റിച്ച് മോള് പോയിക്കോ എന്നാൽ. പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ഓർക്കണം എന്നെ, നിന്നെ. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, ഈ ഒരു ജന്മത്തിൽ ഞാൻ നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവനായിരിക്കും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് 2 ദിവസം എൻ്റെ കൂടെ നിന്നല്ലോ, അതും വലിയ സന്തോഷം തന്നെ. എനിക്ക് മക്കളൊന്നും ഉണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ടും നീ ധൃതി പിടിച്ച് വീട്ടിലേക്ക് ഓടിപ്പോകാതെ എൻ്റെ കൂടെ നിന്നല്ലോ, അത് മതി മോളെ, എനിക്ക് സന്തോഷമായി കേട്ടോ. ബുഷി, ഞാൻ ഒരു കാര്യം പറയാം. എന്തേക്കാ? ബുഷി, എന്നെക്കൊണ്ട് കഴിയില്ല ഒന്നിനും, എനിക്കറിയാം. പകരം ഞാൻ നിനക്ക്... ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. എന്ത് നിങ്ങൾ പറയുന്നത് ബുഷി? ഞാൻ എന്താ ഞാൻ പറയാൻ എനിക്ക് അറിയുന്നില്ല, അത് ഞാൻ പറയാൻ ഒരിക്കലും പാടില്ല. പക്ഷേ അദ്ദേഹം എന്തൊക്കെയോ പറയുവാൻ വേണ്ടി വെമ്പി നിൽക്കുന്നു. എന്നാൽ ഒരു നിമിഷം ബുഷി പറഞ്ഞു, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോണം, അല്ലാതെ വേറൊന്നും. ബുഷി, എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഞാനല്ലല്ലോ പെണ്ണെ, ഞാനായിട്ടല്ലല്ലോ, എന്ത് ചെയ്യാൻ? ശരിക്കും അയാൾ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ബുഷിയുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. എങ്കിലും അദ്ദേഹം എന്തായിരിക്കും പറയാൻ നിൽക്കുന്നത്? അതെ ബുഷി, നിന്നെ ഞാൻ ഒഴിവാക്കി തരാം, നീ വേറെ വിവാഹം കഴിച്ചോ എന്നതായിരിക്കോ അദ്ദേഹം പറയാൻ നിൽക്കുന്നത്? ബുഷി ഓരോന്ന് ആലോചിച്ചു. എന്തായിരിക്കും ഡോക്ടർ പറയാൻ നിൽക്കുന്നത്? ഡോക്ടറിന് എന്തായിരിക്കും താല്പര്യം? സ്നേഹനിധിയായ ഡോക്ടറാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യന് ആവശ്യമായ പ്രത്യുൽപാദന ശേഷി അദ്ദേഹത്തിനില്ല എന്നതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. എന്ത് ചെയ്യാൻ? ഓരോരുത്തർക്ക് ഓരോ വിധി. പക്ഷെ ബുഷിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അയാളെ വിട്ടു പോരുന്നതിൽ. കാരണം അയാൾ നല്ലൊരു മനുഷ്യനാണ്. ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോഴേ പാവം, അദ്ദേഹം ഒരു പാവാണ്. ഞാൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഒത്തിരി വിഷമിക്കും. പോരാത്തത് ഉമ്മയുടെ വക ചീത്തയും കിട്ടാൻ ചാൻസ് ഉണ്ട്. റബ്ബേ, നീ കാത്തുരക്ഷിക്കല്ല. ബുഷി ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു. എന്തായിരിക്കും ഇനി അവളുടെ അവസ്ഥ? അദ്ദേഹം ഒഴിവാക്കി കൊടുക്കുമോ? ഒഴിവാക്കി കൊടുത്താൽ തന്നെ അവളെ ആര് വിവാഹം കഴിക്കും? അവൾ അതിന് തയ്യാറാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.